ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യാറ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് വേളാങ്കണ്ണിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ട്രാവൽസ് ബുക്ക് ചെയ്ത് അവിടെ നിന്ന് നാട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു സാറ്റർഡേ 4 o'clock വെളുപ്പിന് 4 o'clock ആയപ്പോഴേക്കും നമ്മൾ വേളാങ്കണ്ണിയിലെത്തി. ഒരു ഡേ ഫുള്ള് നമുക്ക് വേളാങ്കണ്ണിയിൽ സ്പെൻഡ് ചെയ്ത് തിരിച്ച് സൺഡേ ആണ് തിരിച്ച് നമ്മൾ നാട്ടിലോട്ട് വന്നത്. അപ്പോൾ ഈ സാറ്റർഡേ നടന്ന വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തം പറയുന്നത്. അപ്പോൾ ഈ ഗ്രോട്ടോനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഗ്രോട്ടോന് ഒരു പ്രത്യേകതയുണ്ട്. ഈ കണ്ണിലേക്ക് നമ്മൾ നോക്കിയാൽ ഈശോ നമ്മൾ നോക്കി നിൽക്കുന്ന പോലത്തെ ഗ്രോട്ടയാണ്. ഈ പള്ളി നിൽക്കുന്ന ഈ ഭാഗത്താണ് അത്ഭുതം നടന്നത്. ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട്. പിന്നെ ഇത് നോക്കുമ്പോൾ ഇത് പണ്ടത്തെ പള്ളിയാണ്. ഇവിടെയായിരുന്നു പണ്ട് ആരാധന നടന്നുകൊണ്ടിരുന്നത്. നമുക്കിവിടെ മണൽ കാണാം. ഈ മണ്ണിൽ കൂടെ ആൾക്കാർ മുട്ടുകുത്തി അരഞ്ഞാണ് നടന്നുകൊണ്ട് വന്നിരുന്നത്. പിന്നെ ഈ പള്ളിയിലാണ് നമുക്ക് സാറ്റർഡേയിൽ 9 o'clock മലയാളം കുർബാനയുള്ളത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ സാറ്റർഡേ 9 o'clock മലയാളം കുർബാന ഈ പള്ളിയിൽ നിന്നാണ് കൂടിയത്. അപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അവിടെ ഒരു ഗ്രോട്ടോ കാണാം. ഈശോ കുട്ടികളെല്ലാവരെയും തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്ന ഒരു ചെറിയ ഗ്രോട്ടോയാണ്. അവിടെ തന്നെ അതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ചെറിയൊരു കുളം പോലെയുണ്ട്. ഇവിടെ നമുക്ക് കുമ്പസാരത്തിന് ഒരുക്കം ചെയ്യാവുന്ന പള്ളിയാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് അവിടെ വേളാങ്കണ്ണിയിൽ വെളുപ്പിന് 4 മണിക്ക് എത്തിയെങ്കിലും ഞങ്ങൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഒരു 7 മണി 7:30 ആയപ്പോൾ എണീറ്റു. അവിടെ നിന്ന് ഞങ്ങൾ വന്ന ട്രാവൽസിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ഒരു 8 മണിയോടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നടന്ന് പതിയെ ആടി തൂങ്ങിയൊക്കെ നടന്ന് പള്ളിയിലേക്ക് എത്തി. ഞങ്ങൾ 9 മണിയുടെ കുർബാനയ്ക്ക് താരെ കാണുന്ന മാതാവിൻ്റെ രൂപം. സാരി ഉടുപ്പിച്ച മാതാവാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ സൈൻ ഓൺ ചെയ്തിട്ടാലാണ് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരിക. അപ്പോൾ നമ്മൾ ആ ഡേ രാവിലെ ഫുള്ള് 9 മണിക്ക് കുർബാന 10 മണിയോടെ തീർന്നു. നമ്മൾ 10 മണി തുടങ്ങി അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു ഓരോ പള്ളിയിലേക്ക്. ഇവിടെയാണ് അത്ഭുതം നടന്ന പള്ളി. ഇതാണ് അത്ഭുതം നടന്ന പള്ളി, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നമ്മളിനി ഈ പള്ളിയിലേക്ക് കയറാണ്. ഈ പള്ളീൻ്റെ ഫ്രണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കുറച്ച് മണ്ണൽ കൂട്ടിയിട്ട വഴി കാണാം. ഈ വഴിയിലേക്ക് അപ്പുറത്തെ പള്ളിയിൽ നിന്നും, അതും പഴയ പള്ളിയാണ്, ആ പള്ളിയിൽ നിന്നും ഈ പള്ളിയിലേക്ക് മിക്കവരും കുറേ പേരൊക്കെ നേർച്ചയായിട്ട് ആ മണ്ണിൽ മുട്ടഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ പള്ളീൻ്റെ ഈ റൈറ്റ് സൈഡ് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഗ്രോട്ടോ കാണാം. ഇനിയിപ്പം നമുക്ക് ആ അത്ഭുതം നടന്ന കിണറിലായിട്ട് പോവാം. ഇവിടെ തമിഴിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമ്മളിതിൽ നോക്കിയപ്പോൾ നമുക്കിപ്പോൾ കാണാൻ സാധിച്ചില്ല, കാരണം അവിടെ ഇതിട്ട് മൂടി. മലയാളത്തിൽ എഴുതി വെച്ചത് നമ്മളിപ്പോൾ കാണിക്കുന്നതായിരിക്കും. ഈ ഗ്രോട്ടോൻ്റെ പുറകിലൊരു ഹിസ്റ്ററി ഉണ്ട്. അതായത് കുറച്ച് നാവികർ കപ്പൽ വഴി യാത്ര ചെയ്തപ്പോൾ ഭയങ്കര തിരയായിരുന്നു. ആ തിരേൻ്റെ സമയത്ത് അവർ മാതാവിനെ വിളിച്ചപേക്ഷിച്ചു. അവരിറങ്ങുന്ന എവിടെയാണ് അവിടെ മാതാവിന് ഒരു
പള്ളി സ്ഥാപിക്കാമെന്ന് അവർ നേർന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ തിരയൊക്കെ ശമിച്ചു എന്നാണ് പറയുന്നത്. അതാണ് ആ ഗ്രോട്ടോൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മൾ പറഞ്ഞ അത്ഭുതം നടന്ന പള്ളിയുടെ ഫോട്ടോ. അപ്പോൾ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ ഒരു ബാലൻ പാലും കൊണ്ട് ജന്മിക്ക് പാലും കൊണ്ട് പോകുമ്പോൾ ഒരു അമ്മയും കുഞ്ഞും തനിക്ക് കുറച്ച് വെള്ളം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ തൻ്റെ ബാലിൻ്റെ കയ്യിലുണ്ടായിരുന്ന പാല് ജന്മിക്ക് പാല് കൊടുക്കുമ്പോൾ അത് കുറഞ്ഞു പോയാൽ ബാലനെ തല്ലുമെന്നും പ്രശ്നങ്ങളുണ്ടാകുമെന്നും അറിയാവുന്ന ബാലൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ആ അമ്മയ്ക്കും മോനും പാല് കൊടുത്തു. അത് കഴിഞ്ഞ് ജന്മിൻ്റെ അടുത്ത് ഈ ബാലൻ എത്തിയതിന് ശേഷം ബാലൻ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ജന്മി നോക്കിയപ്പോൾ കുടത്തിൽ പാലിൻ്റെ അളവ് കുറഞ്ഞിട്ടില്ല. അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് താൻ കണ്ട ആ അമ്മയും കുഞ്ഞും മാതാവും ഉണ്ണീശവുമാണെന്ന്. അങ്ങനെയാണ് ഇവിടെ അത്ഭുതം നടന്നത്. അത് ഈ നമ്മൾ നേരത്തെ കണ്ട കിണറിൻ്റെ സൈഡിലായിരുന്നു നടന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണയും തിരിയും വെള്ളവും മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളം നിറയ്ക്കാനുള്ള പാത്രമാണ് നമുക്ക് കിട്ടിയത്, മാതാവിൻ്റെ പാത്രം. ആ പാത്രത്തിൽ നമ്മൾ കൊണ്ട് വെള്ളം നിറയ്ക്കണം. അപ്പോൾ വെള്ളം നിറയ്ക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് വെഞ്ചരിച്ച വെള്ളം കിട്ടുന്നത്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാം. ഇങ്ങനെയാണ് ഇവിടെ നിന്നാണ് ഇവിടെ പോയി നമ്മുടെ കുപ്പി കൊടുത്താൽ മതി. അപ്പം നമുക്ക് അവിടെ നിന്ന് വെഞ്ചരിച്ച വെള്ളം കിട്ടുന്നതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പള്ളീൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയും കൂടി ഉണ്ട്. ആ പള്ളിയിലേക്ക് നമ്മളിപ്പോൾ നടന്നു പോവുകയാണ്. അപ്പോൾ നമ്മൾ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മണൽപ്പാതയാണ് ഞാൻ പറഞ്ഞത്. മിക്കവരൊക്കെ മുട്ടുകുത്തി എഴഞ്ഞെഴഞ്ഞ് വരുന്നതാണ്. പിന്നെ ഈ വഴികളുടെ ഇരുവശത്ത് നോക്കിയാലും നമുക്ക് കുരിശിൻ്റെ വഴീൻ്റെ ഓരോ സ്റ്റേഷൻസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അവസാനം നമ്മൾ ആ പള്ളിയിൽ എത്താറായിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് നമ്മളത് ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ തൊട്ടിപ്പുറത്ത് വേറൊരു പള്ളിയും കൂടി ഉണ്ട്. ആ പള്ളിയിലേക്ക് നമ്മളിപ്പോൾ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റുപാടുമാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പക്ഷികളിനെയും മൃഗങ്ങളിനെയും നമുക്ക് കല്ലിൽ കൊത്തി വെച്ചിരിക്കുന്ന കാണാൻ കഴിയും. മാനുണ്ട്, സിംഹമുണ്ട്, എല്ലാം ജീവികളും ഉണ്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കയറാൻ പോകുന്നത് ആരാധന പള്ളിയിലേക്കാണ്. നമ്മളിപ്പോൾ ആരാധന പള്ളി കയറി കഴിഞ്ഞു. നമുക്ക് അവിടെ ഒരു കുമ്പസാരിക്കാനുള്ള സ്ഥലമുണ്ട് ആരാധന പള്ളീനോട് കുറച്ച് ചേർന്നിട്ട്. ഇതും ഒരു പള്ളിയാണ്. ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളിനി പതിയെ ഇറങ്ങാണ്. ഇവിടെ നമുക്ക് വേറൊരു ഗ്രോട്ടോയും കാണാം. ആ ഗ്രോട്ടോൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ സമയം ഒരു ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഇപ്പോഴത്തേക്ക് നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ ഒന്ന് കറുത്ത് വെന്തുരുക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ഏകദേശം ഒരു വൈകുന്നേരം 5:30 ഇപ്പോൾ വന്നു. എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ 5:30 മാതാവിൻ്റെ ഒരു കൊന്തയുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വന്ന മാതാവിനെ പ്രതിഷ്ഠപ്പെട്ട കാണാൻ இப்பொழுதும் நீங்கள் இறப்பின் வேலையிலும் வேண்டிக் கொள்ளும் ஆமே. அருள்நிறை வாழ்க ஆண்டவர் சூழலே என்னுள் ஆசி பெற்றவரே புனித மரியே இறைவனின் தாயே பாவிகளாய் இருக்கிற எங்களுக்காக இப்பொழுதும் நீங்கள் இறப்பின் வேலையிலும் வேண்டிக் கொள்ளும் ஆமே. அருள்நிறை மரியே வாழ்க ஆண்டவர் சூழலே என்னுள் ஆசி பெற்றவரே புனித மரியே இறைவனின் தாயே பாவிகளாய் இருக்கிற எங்களுக்காக இப்பொழுதும் நீங்கள் இறப்பின் வேலையிலும் வேண்டிக் கொள்ளும் ஆமே. அருள் நிறைந்த மரியே வாழ்க ஆண்டவர் சூழலே என்னுள் ஆசி பெற்றவர் நீரே
புனித மரியே இறைவனின் தாயே பாவிகளாய் இருக்கிற எங்களுக்காக இப்பொழுதும் எங்கள் இறப்பின் வேளையிலும் வேண்டிக் கொள்ளும் ஆமென். அருள் நிறைந்த மரியே வாழ்க, ஆண்டவர் உடனே பெண்ணுள் ஆசிர்வதித்தவர் நீரே, ஆசிர்வதித்தவரே. புனித மரியே இறைவனின் தாயே பாவிகளாய் இருக்கிற எங்களுக்காக இப்பொழுதும் எங்கள் இறப்பின் வேளையிலும் வேண்டிக் கொள்ளும் ஆமென். அருள் நிறைந்த மரியே வாழ்க, ஆண்டவர் உடனே பெண்ணுள் ஆசிர்வதித்தவர் நீரே, புனித மரியே இறைவனின் தாயே பாவிகளாய் ഇവിടെ ഈ കൊന്ത ഓരോ ഭാഷയിലാണ് ചൊല്ലുന്നത്. ഓരോ രഹസ്യങ്ങൾ ഹിന്ദി, മലയാളം, തമിഴ്, കന്നഡ, തെലുഗു ഈ ഭാഷകളിലാണ്, ഇംഗ്ലീഷ് ഈ ഭാഷകളിലാണ് ഞങ്ങൾ കേട്ടത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളൊന്ന് പതിയെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ഒരു പള്ളി വക സ്റ്റോൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ പോയി ചായ കുടിച്ചിട്ട് വരാമെന്ന് കരുതി. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പള്ളിയിലേക്ക് അങ്ങനെ നടന്നു വരാണ്. അപ്പോൾ വൈകുന്നേരം ആയ സ്ഥിതിക്ക് ഞങ്ങൾക്ക് അപ്പോൾ ഈ പള്ളിയാണ് ഇനി കയറാനുണ്ടായിരുന്നത്. അപ്പോൾ ഈ പള്ളിയിലേക്ക് ഞങ്ങളൊന്ന് ദൂരെ ഞങ്ങൾ നടന്ന് കണ്ടു. അപ്പോൾ ഞങ്ങളൊന്ന് പതിയെ കൊന്ത തീരുന്നതനുസരിച്ച് പള്ളീൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി നോക്കുകയാണ്. ഈ പള്ളിക്ക് ചുറ്റുമാണ് എല്ലാ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കൊന്ത നടക്കുന്നത്. അങ്ങനെ ജപമാല കൊന്ത റാലി കഴിഞ്ഞ് മാതാവിൻ്റെ രൂപം അങ്ങനെ പള്ളിക്കകത്തേക്ക് കയറി. പള്ളിക്കകത്തേക്ക് കയറിയതിന് ശേഷം ആരാധനയായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ ആരാധന കൂടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇരിക്കുന്ന ആ ഒരു ടൈമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ആരാധന തമിഴിലായിരുന്നു, ഒന്നും മനസ്സിലായില്ല. എന്നാൽ ആരാധന ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഭയഭക്തിയോ ബഹുമാനത്തോടെയാണ് നിന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ വേളാങ്കണ്ണി യാത്രയോട് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പിന്നെ ഇതുപോലത്തെ വീഡിയോസായിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ ഓൺ ആക്കി ഇടണേ, അത് മറക്കരുത്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ പതിയെ ഇവിടെ നിന്ന് വേളാങ്കണ്ണിയോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് പോയി താമസിക്കുക. ഹോട്ടലിലോട്ട് പോകാൻ. അപ്പം ഞങ്ങളുടെ ട്രാവൽസ് അറേഞ്ച് ചെയ്ത രാത്രി ഡിന്നറും കൂടെ കഴിച്ച് കഴിഞ്ഞ് അവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ നൈറ്റ് കിടന്ന് ഉറങ്ങിയതിന് ശേഷം രാവിലെ ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ രാവിലെ പുറപ്പെട്ടതിന് ശേഷം ഒരു വൈകുന്നേരം നമുക്കൊരു 7 മണിയാകുമ്പോൾ വീട്ടിലെത്തുന്നതായിരിക്കും. 7 മണിയാകുമ്പോൾ നമ്മുടെ അങ്കമാലി ആ ഭാഗത്ത് എത്തുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. See you soon. Bye.